ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻസ് തീർച്ചയായിട്ടും അയയ്ക്കുക, ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇൻവെൻട്രി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കോമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇത് കാണുക. ഇത് ഒരു കണ്ടിന്യൂസ് വീഡിയോസായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? Inventory management refers to the process of ordering, storing, tracking and controlling inventory, whether it is raw materials, work in progress or finished goods. It ensures that the right quantity of inventory is available at the right time to meet customer demand without overstocking or understocking. ഇനി ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്. ബവർസോക്സ് പറയുന്നത് 2013 ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഫിഷ്യൻ്റ്ലി ഓവർസീയിങ് ദ കോൺസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് യൂണിറ്റ്സ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഇൻവെൻറ്ററി. അതായത് നിലവിലുള്ള ഇൻവെൻറ്ററിയിലേക്ക് സാധനങ്ങൾ വരുന്നതും പോകുന്നതുമായ നിരന്തരമായ ഒഴുക്കിനെ കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബവർസോക്സിൻ്റെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ എന്താണ് ഒരു ഡെഫിനിഷൻ കൊടുക്കുക ഇൻവെൻട്രി മാനേജ്മെൻറ്റ്? അതായത് അമിതമായി സാധനങ്ങൾ ശേഖരിക്കാതെ ഓവർ സ്റ്റോക്കിംഗ്, അല്ലെങ്കിൽ കുറഞ്ഞു പോകാതെ അണ്ടർ സ്റ്റോക്കിംഗ്, ശരിയായ അളവിൽ സാധനങ്ങൾ ശരിയായ സമയത്ത് ലഭ്യമാക്കുന്നതിനായി അവ ഓർഡർ ചെയ്യുകയും സൂക്ഷിക്കുന്നതും ട്രാക്ക് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതുമായ പ്രക്രിയയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നല്ലേ, ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അണ്ടർ സ്റ്റോക്കിംഗ് ആവാതെയും ഓവർ സ്റ്റോക്കിംഗ് ആവാതെയും ശരിയായ സമയത്ത് ശരിയായ അളവിൽ സാധനങ്ങൾ എപ്പോൾ ഓർഡർ ചെയ്യണം എന്നതും അതെങ്ങനെ സൂക്ഷിക്കണം, അതെങ്ങനെ ട്രാക്ക് ചെയ്യണം, അതെങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ നോക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻഷുർ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ് വിത്തൗട്ട് ഡിലേ. അതായത് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കസ്റ്റമറിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഒരു ഡിലേയും ഇല്ലാതെ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അത് എന്താണ് അങ്ങനെയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. അത് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഒരു ഡിലേ ഇല്ലാതെ എത്തിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അതാണ്. അതായത് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ തടസ്സമില്ലാതെ നൽകാൻ കഴിയുന്നു, സിംപിളി പറയുകയാണെങ്കിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മിനിമൈസ് ഇൻവെൻട്രി കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓർഡറിങ്, ഹോൾഡിംഗ് ആൻഡ് ഷോർട്ടേജ് കോസ്റ്റ്. എന്താണ്? ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കുകയാണ്, മിനിമൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഓർഡറിങ് ചെയ്യുന്നതുണ്ട്, ഹോൾഡിംഗ് ചെയ്യുന്നതുണ്ട്, ഷോർട്ടേജ് കോസ്റ്റ്, ഇതൊക്കെ കൊണ്ടുള്ള ഇൻവെൻട്രി കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെലവ് കുറയ്ക്കുന്നത് വഴി സാധനങ്ങൾ വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനും അത് എന്താണ് ഉണ്ടാകുന്ന ഒരു അനാവശ്യ ചെലവുകളുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വഴി. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഒപ്റ്റിമം സ്റ്റോക്ക് ലെവൽസ് ടു അവോയ്ഡ് ബോത്ത് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ്. ഇത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സാധനങ്ങൾ ഒരുപാട് ശേഖരിച്ച് വെക്കാതെ, അതായത് ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ്, കുറഞ്ഞു പോകാതെയും കൃത്യമായ അളവിൽ ഒരു സ്റ്റോക്ക് ലെവൽ സൂക്ഷിച്ച് അത് അവൈലബിലിറ്റി ഉറപ്പാക്കാൻ. അതായത് സ്റ്റോക്ക് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കാനായിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂസിങ് ടൂൾസ് ലൈക്ക് എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് റീഓർഡർ പോയിന്റ്, ബിസിനസ് ക്യാൻ മാനേജ് ദിസ് ബാലൻസ് എഫക്റ്റീവ്ലി. ഇത് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളാണ് അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, ഇംപ്രൂവ് ക്യാഷ് ഫ്ലോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി. അതെന്താണ് പറയുന്നത്? അതായത് സാമ്പത്തിക ഒരു ഭദ്രത
ഉറപ്പാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് പ്രവർത്തന മൂലധനത്തിൽ ഒരു എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ട് സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ, അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഓർഡറിങ് ചെയ്യുന്നില്ല, അതുവഴി നമ്മളുടെ പണം ഭദ്രമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുന്നതോടുകൂടി സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അത് കൂടാൻ സഹായിക്കുന്നുണ്ട്. എൻഹാൻസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ത്രൂ ബെറ്റർ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ. ഇങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കീ ഫങ്ഷൻസ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അതെന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. എന്താണത്? അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ കസ്റ്റമർ ഡിമാൻഡ് യൂസിങ് ടൂൾസ് ലൈക്ക് ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഡേറ്റ, മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് സീസണൽ പാറ്റേൺസ്. Accurate forecasting helps business decide how much stock to keep, avoiding both shortages and excess inventory. It enables better production and procurement planning, reducing cost and improving customer services. ഓക്കെ, അപ്പം ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് വായിക്കുന്നുണ്ട്. പക്ഷേ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഷോർട്ടാക്കിയിട്ട് നോട്ട് എഴുതാമോ അത് അത്രയും ഷോർട്ടാക്കിയിട്ട് നോട്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മലയാളത്തിലാണ് എഴുതുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ പോയിൻ്റ് നോക്കിയിട്ടാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും, ഓർമ്മയിലും നിൽക്കും. പിന്നെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചുകൂടെ സെൻറ്റൻസ് ആഡ് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് സ്റ്റോക്ക് എത്ര വേണമെന്ന് നിശ്ചയിക്കുന്നതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് റീപ്ലെനിഷ്മെൻറ്റ്. Stock replenishment is the process of deciding when and how much to reorder so that inventory levels stay within safe limit. അതായത് എപ്പോൾ എത്ര അളവിൽ സാധനങ്ങൾ വീണ്ടും വാങ്ങണമെന്ന്, അതായത് റീഓർഡർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇൻവെൻട്രി ട്രാക്കിംഗ് ആൻഡ് കൺട്രോളിംഗ്. എന്താണിത്? This function uses technologies such as barcode scanning, RFID tags, and ERP systems to monitor inventory in real time. It allows business to know the exact quantity and location of each item, reducing errors and theft. അതായത് ഇതിനകത്ത് ട്രാക്കിംഗ് കൺട്രോൾസൊക്കെ ഓരോ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ടെക്നോളജീസാണ്? ബാർകോഡ് സ്കാനിങ്, RFID ടാഗ്സ് ആൻഡ് ERP സിസ്റ്റംസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു മികച്ച ഒരു ഇൻവെൻട്രി സിസ്റ്റത്തിനെ ഇൻവോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ബാർകോഡ്, RFID തുടങ്ങിയവ ഉപയോഗിച്ച് സ്റ്റോക്കിൻ്റെ അളവും സ്ഥാനവും കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം മാനുവലായിട്ടുള്ള ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് ഇലക്ട്രോണിക് മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നത് കൂടി തന്നെ സമയലാഭവും ഇതുവഴി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി ക്ലാസിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ആണ്. അതെന്താണ് പറയുന്നത്? ഇൻവെൻട്രി ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് കമ്പനീസ് prioritize their focus based on item value or usage by using method like ABC analysis, always better control, and or VED analysis, vital, essential, desirable. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ABC അനാലിസിസും VED അനാലിസിസും ഒക്കെ. This ensures that critical or high value items are managed more closely than less important ones. It improves inventory planning and resource allocation. അതായത് ABC VED അനാലിസിസ് വഴി പ്രധാനപ്പെട്ട സാധനങ്ങളെ മുൻഗണനാ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നുണ്ട്. ABC അനാലിസിസ് വാല്യൂൻ്റെ ബേസിസിലാണെങ്കിൽ VED അനാലിസിസ് എന്താണ്? അതിൻ്റെ സ്പെയർ പാർട്സുകൾ, വിറ്റൽ ആയിട്ടുള്ളവ, എസെൻഷ്യൽ ആയിട്ടുള്ളവ, ഡിസൈറബിൾ ആയിട്ടുള്ളവ എന്നുള്ള രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് കോർഡിനേഷൻ വിത്ത് അതർ ഫങ്ഷൻസ്. ഒരു ഏകോപനമാണ് പറയുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മസ്റ്റ് വർക്ക് ക്ലോസ്ലി വിത്ത് പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു കീപ് ഓപ്പറേഷൻ റണ്ണിങ് സ്മൂത്ത്ലി.
അതായത് വാങ്ങൽ, ഉൽപ്പാദനം, വിതരണം എന്നീ വിഭവങ്ങളെ തമ്മിലുള്ള കൃത്യമായ ആശയവിനിമയം ഉൾപ്പെടുത്തി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും അതിൻ്റെ കീ ഫങ്ഷൻസ് എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്സുമായിട്ട് ഉടനെ തന്നെ കാണാം.